ആനി കണ്ണു തുറക്ക്. എന്താ കൊച്ചേ, എന്താ പറ്റിയേ? ഇച്ചായനെ പേടിയാണോ? കൺപോളയ്ക്ക് മേലെ അവൻ്റെ പ്രണയച്ചൂട്. ഹൃദയം ഉയർന്നു പൊങ്ങുന്നു. ഇപ്പൊ പൊട്ടും എന്ന പോലെ. ഇല്ല. പതിയെ അത്രമേൽ നേർത്ത സ്വരം. ഡെന്നിയുടെ ചുണ്ടിലും പൂത്തു പുഞ്ചിരി. പിന്നെ എന്തേ? ഇന്നലെ ഒരു ദിവസം എന്നിൽ നിന്നും മറഞ്ഞു നിന്നു. ഇച്ചായനെ ഇഷ്ടമല്ലേ ആനി? കൈവിരലുകൾക്കിടയിൽ വിരൽ കടത്തി കൊരുത്തു പിടിച്ചു. ഞാൻ. ചുവന്ന് തുടുത്ത അതരങ്ങൾ വിതുമ്പുന്നുണ്ട്. അവൾ എഴുന്നേൽക്കാൻ ഒരുങ്ങി. വേണ്ട, കിടന്നു. കുഞ്ഞു നെറ്റിത്തടത്തെ വിരലിനാൽ തഴുകി. എന്തിനാ ആനി എന്നെ ഇത്രമാത്രം വേദനിപ്പിച്ചത്? അരുണ എൻ്റെ നല്ല ഫ്രണ്ട് മാത്രമാണ്. നിന്നോളം ഡെന്നി മറ്റൊന്നിനെയും സ്നേഹിച്ചിട്ടില്ല. നിഷയുടെ കവിളിണകൾ വീർത്ത് കയറി. കണ്ണുകൾ കൂർത്തു. ഇച്ചായന് ഈ ആനിയെയും നിന്റെ പ്രണയത്തെയും വേണം. അരുണ നമ്മുടെ നാട്ടിൽ വളർന്ന കുട്ടിയല്ലല്ലോ. സ്നേഹം തോന്നുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത് അവളുടെ സ്വഭാവമാണ്. അതാണോ എൻ്റെ കൊച്ചിനെ വേദനിപ്പിച്ചത്? അല്ല. പിന്നെന്താ? അവനിൽ വെപ്രാളമാണ്. ആൻറ്റിയെയും കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആ ചേച്ചി അങ്ങനെയാന്ന്. പക്ഷേ വിതുമ്പലടക്കാൻ കഴിയാതെ വായ പൊത്തി പിടിച്ചു. എൻ്റെ പൊന്ന, ഇതിനും വേണ്ടി എന്താ സംഭവിച്ചേ? ഞാനും അരുണയും ഒരുമിച്ച് എൻ്റെ റൂമിൽ ഇരുന്നതിനാണോ ഈ സങ്കടം? എന്നെ ഹരിയേട്ടൻ കെട്ടിപ്പിടിച്ചില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ചിരിച്ച് സംസാരിച്ചതിന് ഡോക്ടർ എന്താ ചെയ്തേ? ഞാനും ഹരിയേട്ടനും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചില്ലേ? ഡെന്നി മൗനം പാലിച്ചു. അവളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ അവന് കഴിയുന്നില്ല. ഡോക്ടർക്ക് എന്തു ആവാം അല്ലേ? ഞാൻ ആനിയുടെ ഡോക്ടറാണോ? ഡെന്നിയുടെ തല താഴ്ന്നു വരുമ്പോൾ പെട്ടെന്ന് ആ നെഞ്ചിൽ കൈകൾ കൊത്തി. പ്ലീസ് മോളെ. ഇരു കൈയിലും അവൻ മുറുകെ പിടിച്ചു. കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തുമ്പോൾ ആ ചുടുനിശ്വാസത്തിൽ അവൾ പൊള്ളിപ്പിടഞ്ഞു. ചെവിത്തുമ്പിൽ ചുംബിക്കുമ്പോൾ ഒരു വണ്ടായി അവൾ കുറുകി. ഇച്ചാ, ഇതാണ് എനിക്ക് വേണ്ടത്. ദന്തങ്ങൾ വേദനിപ്പിക്കാതെ ആഴ്ന്നിറങ്ങുമ്പോൾ ചെവി മൊത്തമായി ചുവന്ന് കയറി. മുന്നേ അങ്ങ് വിളിച്ചിരുന്നേൽ ഈ പാടുണ്ടായിരുന്നു എൻ്റെ കൊച്ചെ. അവൻ്റെ ചുംബനത്താൽ ചുവന്ന് വീങ്ങിയ കീഴ്ചുണ്ടിൽ തഴുകി. ഒരുമ്മ കൂടി ആയാലോ? നിഷ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. കൈവച്ച് അതരത്തെ മറച്ചു. എനിക്ക് അത് തന്നെ വേണമെന്നില്ല. കൈക്ക് മുകളിൽ അമർത്തി മുത്തി. അയ്യേ, എന്താടി എൻ്റെ പെണ്ണല്ലേ നീ? നമുക്ക് നാളെ തന്നെ കല്യാണം കഴിച്ചാലോ? പിന്നെ ഈ നാണത്തിൻ്റെ ആവശ്യമേ വരില്ല. അവനിൽ കുറുമ്പാണ്. വേണ്ട, എനിക്ക് പഠിക്കണം. പഠിക്കാമല്ലോ, ഞാൻ പഠിപ്പിക്കാം. ഡോക്ടറുടെ ക്ലാസ് സൂപ്പറാ. എന്താ ജോയിൻ ചെയ്യുന്നുണ്ടോ? വേണ്ട, എനിക്കറിയാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു ഉമ്മയിലൊക്കെ ഇങ്ങനെ തളർന്ന് വീഴാൻ തുടങ്ങിയാൽ എൻ്റെ കാര്യം കഷ്ടത്തിലാവും അല്ലേ ആനി? നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ചിരിക്കുവാണ് നിഷ. ടേബിളിലിരുന്ന ചായയിലേക്ക് അവൻ നോക്കി. ലഞ്ച് കഴിച്ചായിരുന്നു ആനി? കഴിച്ചു. ഇല്ലല്ലോ. ഈ ചായനോട് കള്ളം പറയരുത്. ഞാനും കഴിച്ചില്ല ആനി. പറ്റില്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ആദ്യമായ ഇങ്ങനെയൊക്കെ. അവളെ അകത്തി മാറ്റാതെ കൈയെത്തിച്ച് ചായ എടുത്തു. സമോസ നിഷയ്ക്ക് നേരെ നീട്ടി. ചായ ഇച്ചായൻ കുടിക്കാം, നല്ല തലവേദന. ദേ ഇത് കൂടി. പകുതി ചായയുമായി ഡെന്നി അടുത്തുണ്ട്. എനിക്ക് വേണ്ട. എന്നോട് പിണക്കയില്ല എങ്കിൽ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് കുടിക്കും. ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച ഗ്ലാസ്. എന്താടി, കുടിക്ക്. ഇതിനു മുന്നേ കുടിച്ചിട്ടില്ലേ? എൻ്റെ പ്രാണനല്ലേ? അവനിൽ പ്രണയത്തിൻ്റെ അലയൊളികൾ. ചായ മൊത്തം കുടിച്ചു. ഞാൻ പോട്ടെ. എന്തുകൊണ്ടോ ആ ചോദ്യം അവളിൽ വേദനയായി. ചായ, സോറി. അവൻ ഒന്നുകൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചു. ഡെന്നിയുടെ കൈകൾ തലമുടിയെ തഴുകി. എന്നെ സങ്കടപ്പെടുത്താനാണോ ഹരിക്കൊപ്പം പോയത്? പക്ഷേ എനിക്ക് സങ്കടമല്ല തോന്നിയത്, നെഞ്ച് പൊട്ടിപ്പോകുന്ന വേദനയാ. ഡെന്നിച്ച, ആനിയെ എനിക്ക് വിശ്വാസാ. പക്ഷേ ഹരി എന്തോ അറിയില്ല. ഇച്ച, ഞാൻ ഹരിയേട്ടൻ പാവാണ്. എന്നെ അനിയത്തിയെ പോലെ കണ്ടിട്ടുള്ളൂ. ദേവിയമ്മയ്ക്ക് ആരുമില്ല. ഒന്നും ചെയ്യല്ലേ. ഞാൻ എന്ത് ചെയ്യാനടി? ഒന്നും ചെയ്യില്ല. ശരി, പോട്ടെ. രാത്രി ഫുഡ് കഴിക്കുമ്പോൾ നീ അവിടെ ഉണ്ടാവണം. ഈ കണ്ണ് അത് കാണാതെ ഉറങ്ങാൻ പറ്റില്ല. ഞാൻ വരില്ല. വരണ്ട, ഞാൻ നേരെ ഈ റൂമിലേക്ക് വരും. ഇവിടെ കിടക്കും. നിഷ മിഴിഞ്ഞ കണ്ണോടെ ഇരിക്കുവാണ്.
താടിത്തുമ്പിൽ വിരൽ വെച്ച് ഉയർത്തി. മറഞ്ഞിരിക്കല്ലേ കുറുമ്പി, വരാം. നെറ്റിത്തടത്തിലെ അവൻ്റെ ചുംബനം. അതിൽ പ്രണയം മാത്രമായിരുന്നില്ല. കുറച്ചു നേരം കിടന്നു. വല്യമ്മച്ചി ഇപ്പം വരും. പുറത്തേക്ക് ഇറങ്ങും മുന്നേ തിരിഞ്ഞു നിന്നു. നാളെ രാവിലെ ഹരിയോട് വരണ്ടാന്ന് പറയണം. ഇച്ചാ, വേണ്ട ആനി, അത് ശരിയാവില്ല. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഈവനിങ് വരാം. ആ, നിഷാനിയെ കാണാൻ അരുണയ്ക്ക് ആഗ്രഹമുണ്ട്. ആനിക്കൊച്ചിന് ഇഷ്ടാവും. അവൻ ഒറ്റക്കണ്ണിറുക്കി. എഡിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടണം. വല്യപ്പച്ചന് ശേഷം സ്നേഹിക്കാൻ ഒരാൾ. ചരിഞ്ഞു കിടന്നു. അവൻ്റെ ചുംബനത്തിൽ വീങ്ങിപ്പോയ ചുണ്ടിൽ തൊട്ടു. ആ ചൂട് വിട്ടുമാറാത്ത പോലെ. ആദ്യമായി അറിയുന്ന പ്രണയം. എനിക്കിഷ്ടാ, പക്ഷേ തിരികെ തരില്ല കേട്ടോ. എന്തിഷ്ടാ കൊച്ചേ? പിന്നിൽ വല്യമ്മച്ചി. ആ, അത് എന്ത്? അല്ല, തിരിച്ചു തരില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തേലും മോഷ്ടിച്ചോ നീ? ഒന്ന് പോയേ ത്രേസ്യാമോ? എന്താണ് എൻ്റെ കൊച്ചിന് ഒരു നാണം? പറയ്. കുഞ്ഞുനാളിൽ ചേർത്ത് പിടിച്ച മാറിലേക്ക് ഇഷ്ടത്തോടെ മുഖം പൂഴ്ത്തി. വല്യമ്മച്ചി എന്തോ പറയാൻ വെമ്പുകയാണവൾ. അവർക്ക് കാര്യം മനസ്സിലായി തുടങ്ങി. പറയും മോളെ, എൻ്റെ നിഷാനിയുടെ ഹൃദയത്തിൽ ആരേലും കൂട് കൂട്ടിയോ? അവൾ അകന്നു മാറി. അവരുടെ ചുളിവ് വീണ കയ്യിൽ മുറുകെ പിടിച്ചു. തെറ്റാണോ ചെയ്യുന്നത് അറിയില്ല. എനിക്ക് പേടിയാ. വല്യപ്പച്ചനുണ്ടായിരുന്നേൽ മുന്നേ പറയുമായിരുന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങുന്നു. കാർമേഘം ഉരുണ്ടുകൂടി. അത് മഴയായി പെയ്തിറങ്ങുമെന്ന് വല്യമ്മച്ചിക്ക് അറിയാം. കുഞ്ഞിന് ഡെന്നിയെ ഇഷ്ടമാണോ? ആ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചതാ. എനിക്ക് എന്തേലും സംഭവിച്ചാൽ അവനുണ്ടാകും ഒപ്പം. അമ്മച്ചി, അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കെല്ലാം അറിയാം. അവൻ മതി. നിനക്ക് വേണ്ടി കർത്താവ് കൊണ്ട് എത്തിച്ചതാ. അതിയാന് ശേഷം നിന്നെ സംരക്ഷിക്കാൻ അവന് മാത്രമേ കഴിയൂ. ഇവിടെയുള്ളത് ചെന്നായ്ക്കളാ. ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യും. ഇച്ചായനെ എനിക്കിഷ്ടാ. ആണോ? എൻ്റെ നിഷയുടെ പിണക്കം മാറിയോ? എന്ത് പിണക്കം? എടി കള്ളി, രാവിലെ ചെക്കനെ നീ നിലത്ത് നിർത്തിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് എൻ്റെ മോനൊന്നും കഴിച്ചില്ല അറിയോ? ത്രേസ്യാമ്മ അവളുടെ ചെവിയിൽ പിടിച്ചു. വല്യമ്മച്ചി വേദനിക്കുന്നു. നിഷ നിന്ന് കുതറി. അതിനു വേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ. നോക്കട്ടെ? വേണ്ട, നോക്കണ്ട. അയ്യോ കൊച്ചേ, ഇതെന്താ ഒരു പാട്? നിഷയ്ക്ക് ചമ്മൽ. ചുണ്ട് കടിച്ച് കണ്ണ് മുറുകെ അടച്ചിട്ടുണ്ട്. മനസ്സിലായി, സൂക്ഷിക്കണം. എന്തായാലും കിട്ടി. നീ തിരിച്ചു കൊടുത്തില്ലേ? ചെക്കന് ഭ്രാന്തും പോരാഞ്ഞ് പട്ടിയുടെ സ്വഭാവമുണ്ട്. ശോ, ഈ ത്രേസ്യാമ്മയെ കൊണ്ട് തോറ്റു. നിങ്ങൾക്കാവാം, ഞാൻ പറയുന്നതാ തെറ്റ്. അത് ഇച്ചായൻ. സാരമില്ല, എൻ്റെ അച്ചായൻ്റെ പാരമ്പര്യമാണ് അവന്. ഇത്തിരി കുറുമ്പനാ, കാര്യമാക്കണ്ട. ആനിയെ വലിയ ഇഷ്ടമാണ്. അത് പ്രകടിപ്പിക്കുന്നതാ. വാത്സല്യത്തോടെ അവളുടെ ചെവിയിൽ തലോടി. വേദനിച്ചോ? ഞാൻ പോയി ചോദിക്കട്ടെ? വേണേൽ 2 തല്ലും കൊടുക്കാം. ഇല്ല, പാവാണ്. ഇന്ന് ഞാൻ കാരണം ഇച്ചായൻ സങ്കടപ്പെട്ടു. ആ, അങ്ങനെ പോരട്ടെ. ചെക്കൻ ഇത്തിരി പിശക. ഒരു കൈയകലം വിട്ടു നിൽക്കണം കേട്ടോടി പെണ്ണെ. ദേ വല്യമ്മച്ചി, എന്നെ കളിയാക്കിയാലുണ്ടല്ലോ മിണ്ടൂല ഞാൻ. കൊഞ്ചൽ ഇത്തിരി കൂടുന്നുണ്ട്. ചെക്കൻ വഷളാക്കി വെച്ചിരിക്കുക. എന്തായാലും ഞാൻ പോവുകയാണ്. സ്വപ്നം കാണുമായിരുന്നല്ലോ. ഇത്തിരി നേരം കിടന്ന് ബാക്കി കൂടി കണ്ടോ? ഈ സ്നേഹം അത് വിട്ടുപോകാൻ എനിക്ക് പറ്റില്ല. ഞാൻ അവർക്കൊപ്പം പോകേണ്ടി വരില്ലേ? പോകണം. എന്നെ നോക്കണ്ട. നിന്റെ വല്യപ്പച്ചനും ആഗ്രഹിച്ചിരുന്നു ഈ ബന്ധം. എത്രയും പെട്ടെന്ന് ഡെന്നീസിൻ്റെ പെണ്ണാവാൻ റെഡിയായിക്കോ. നാൻസി, ദേ അരണ. മാങ്ങകളുടെ എണ്ണ എടുക്കുവാണ് എന്ന് തോന്നുന്നു. ഏയ്, അതായിരിക്കില്ല നാൻസി. പച്ച മാങ്ങ തിന്നാൻ കൊതിയുണ്ടാവും. ആ, അത് ശരിയാ. ഒന്ന് മുട്ടി നോക്കിയാലോ ജാസ്മി? ഹായ് ഡോക്ടറെ. ഉറക്കെ വിളിച്ചിട്ടും അരുണ തിരിഞ്ഞു നോക്കിയതേയില്ല. പിന്നെയും വിളിച്ചു. രണ്ടും സംശയത്തോടെ നടന്ന് അവൾക്ക് ഇരുവശത്തായി നിന്നു. മാഡം തോളിൽ തട്ടി. ഡോക്ടർ വലിയ ആലോചനയിലാണല്ലോ. ഇത് മാങ്ങാ സീസൺ ആണല്ലേ? പഴുത്തതും പച്ചയും ഒരുപാടുണ്ടല്ലോ. മാങ്ങ വേണോ? എന്നാ നിഷയെ വിളിക്കാം. ഏയ് വേണ്ട. ഈ നിഷ ആരാ? ഞാൻ ഇതേവരെ ആ കുട്ടിയെ കണ്ടില്ല. ആളെങ്ങനാ? ഐ മീൻ സ്വഭാവം? ഇവിടുത്തെ അടുക്കളക്കാരിയാ? പഠിപ്പിസ്റ്റാ? സ്നേഹമൂത്ത് വല്യപ്പച്ചൻ നഴ്സിങ്ങിന് ചേർത്തു. അത്ര നല്ല കുട്ടിയൊന്നും അല്ല. പിന്നെ രാവിലെ പെട്ടെന്ന് ജാസ്മിൻ നാൻസിയുടെ കാലിൽ ചവിട്ടി. എന്താ നാൻസി നിർത്തിയേ? ഞാൻ പറയാം. എൻ്റെ ജാസ്മി, എനിക്ക് സംഭവം അറിഞ്ഞാൽ മതി. അത് ആണുങ്ങളെ കറക്കിയെടുക്കാൻ അവൾ മിടിക്കുക. നാൻസിയുടെ ചേട്ടനെ ആദ്യം വളച്ചു,
പിന്നെ ഹരികൃഷ്ണൻ, മാഡം സൂക്ഷിച്ചോ, ഡെന്നി ഡോക്ടറെയും പോക്കറ്റിലാക്കും. പിന്നെ കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഡെന്നിക്ക് പിന്നാലെ വരുന്നവളുടെ അവസാനമായിരിക്കും. അരുണയുടെ മുഖത്തെ ഭാവം മാറിയതും ജാസ്മിൻ ഭയന്നു. ഏയ്, താനെന്തിനാ പേടിക്കുന്നേ? എനിക്കെന്ത് പേടി മാഡം. ശരി, ഞങ്ങൾ പോവാ. അല്ല, ഒന്ന് ചോദിക്കാൻ മറന്നു, മാഡം ഡോക്ടർ തന്നെയാണോ? നാൻസിക്ക് സംശയം. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അത് ഞങ്ങൾ ഡോക്ടറേന്ന് കുറേ പ്രാവശ്യം വിളിച്ചു, മാഡം അറിഞ്ഞതേയില്ല. എൻ്റെ മനസ്സ് ഇവിടെ ആയിരുന്നില്ല, അതാ കേൾക്കാഞ്ഞത്. ഇവർ രണ്ടും ശരിയല്ല. ആ കൊച്ചിനെ ദ്രോഹിക്കാൻ തക്കം പാർത്തിരിക്കുവാണ്. എതിരാളികളുടെ എണ്ണം കൂടുമ്പോൾ മറുവശത്ത് ഡെന്നിയാണെന്ന് എല്ലാവരും മറക്കുന്നു. അവൻ്റെ പെണ്ണിന് മേലെ കൈവച്ചാൽ ചെക്കൻ്റെ ഭ്രാന്ത് കാണേണ്ടി വരും. ഡാഡി, ഞാൻ പോവാ, നല്ല തലവേദന. ഐസക്ക് എഡിനെ ശ്രദ്ധിക്കാതെ ലാപ്പിൽ തന്നെ നോക്കിയിരുന്നു. ഡാഡി, തലവേദനയല്ലേ, പതിവ് മുടങ്ങി കാണും, ചെല്ല്. ഇല്ല ഡാഡി, നേരെ വീട്ടിലേക്കാ, ഒന്ന് കിടന്നുറങ്ങണം. ഞാൻ വിശ്വസിച്ചു. എനിക്ക് 2 മക്കളെ കർത്താവ് തന്നു. രണ്ടിൻ്റെയും തല തിരിഞ്ഞു പോയി. പോകാൻ നോക്ക്, അടി തരാൻ പറ്റില്ല. നീ തിരിച്ചു തന്നാലോ? പറഞ്ഞ് മനസ്സിലാക്കുന്ന പ്രായം കഴിഞ്ഞു. എന്തു തന്നെ ആയാലും അവനിൽ അഹങ്കാരമാണ്. മുറ്റത്ത് ഹരിയുടെ ബൈക്ക് നിന്നു. ഹരി, നിഷമോള് വന്നില്ലേ? അവളെ വീട്ടിലാക്കി. വെളുപ്പിന് എൻ്റെ ഒപ്പം വന്നതല്ലേ? ബാഗ് അമ്മയുടെ കയ്യിൽ കൊടുത്ത് സെറ്റിയിലിരുന്ന് ഷൂലേസ് ഇളക്കി. മോൾക്ക് എന്തോ വിഷമം ഉണ്ടായിരുന്നു. നിന്നോട് എന്തേലും പറഞ്ഞോ? ഞാൻ ചോദിച്ചതാ. ഒന്നും പറഞ്ഞില്ല. വീട്ടിൽ പുതിയൊരു ഡോക്ടർ കൂടി വന്നിട്ടുണ്ട്. ഇനി ആ പെണ്ണെന്തേലും? അതായിരിക്കില്ല. ആ കുട്ടി മോളെ കണ്ടിട്ടില്ല. പിന്നെ മക്കളെ, ആ വന്ന കൊച്ച് കാണാൻ സൂപ്പറാ. മുടി സ്വർണം പോലെ തിളങ്ങും അത്രേ. നീ കണ്ടോ? എനിക്ക് അത് തന്നെയാ വേല. ഡെന്നിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതല്ലേ, വല്ല വട്ട് കേസാവും. ഇല്ലേൽ നാൻസിയെ പോലെ ഡ്രസ്സിന് ക്ഷാമമുള്ളതായിരിക്കും. എടാ ചെക്ക, കണ്ണിൽ കണ്ടിട്ട് കുറ്റം പറഞ്ഞാൽ മതി. ചിലപ്പോൾ നീ കരുതും പോലൊരു കുട്ടിയാവില്ല. നിഷമോള് പറഞ്ഞ നേരം മുതൽ ആ ഡോക്ടറെ കാണാൻ മോഹമുണ്ട്. എന്താണ് ഇളക്കം? വിവാഹാലോചന എന്തേലും മനസ്സിലുണ്ടേൽ വെള്ളം അടുപ്പത്ത് നിന്ന് മാറ്റിവെച്ചോ. എൻ്റെ ദൈവമേ, ഇങ്ങനെ സൗന്ദര്യബോധമില്ലാത്തതിനെ തന്നെ എൻ്റെ വയറ്റിൽ കൊണ്ട് ഇട്ട് തന്നല്ലോ. ദേവികുട്ടി, സൗന്ദര്യത്തിലൊന്നും കാര്യമില്ല, മനസ്സാണ് പ്രധാനം. നമ്മുടെ നിഷയെപ്പോലെ. ദേവിയമ്മയുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. ഇനി നിഷമോളെ അവനിഷ്ടാണോ? പെറ്റിക്കോട്ടിട്ട് കളിച്ച് നടന്ന കാലം മുതൽ ഹരിക്ക് മോളെ അറിയാം. മനസ്സിലെവിടേലും അങ്ങനെയൊരു മോഹം. കൃഷ്ണേട്ടാ, അതിൽ എന്താ തെറ്റ്? ഹരിക്ക് നിഷ ചേരും. എനിക്കും ഇഷ്ടാ, നിങ്ങൾക്കും ഇഷ്ടായിരിക്കും അല്ലേ? അമ്മ, കുളിച്ചിട്ട് വരുമ്പോഴേക്കും എനിക്കൊരു ചായ വേണം. അലറണ്ട, തരാം. അച്ഛനും മോനും ചായയിൽ കൈവിഷം കൊടുത്തോ എന്തോ. കിച്ചണിലേക്ക് നടക്കുമ്പോൾ തുറന്നിട്ട ജനാല വഴി വീശി അടിച്ച കാറ്റിൽ ഫോട്ടോയിൽ കിടന്ന മാല ആടി ഉലഞ്ഞു. പതിയെ നിലത്തേക്ക് പതിച്ചു. കുളി കഴിഞ്ഞ് ഹാളിലേക്ക് വന്ന ഹരിയുടെ മുഖം ചുരുങ്ങി. അമ്മ, ദേ വരുന്നു ചെക്ക. എനിക്ക് 2 കയ്യേ ഉള്ളൂ. നീ വിളിക്കുമ്പോൾ ഓടി വരണേൽ പോയൊരു പെണ്ണ് കെട്ട്. എനിക്ക് ഈ ജന്മം പെണ്ണ് വേണ്ടെങ്കിലോ? ഭഗവാനെ, ഈ ചെക്കൻ എന്താ ഇങ്ങനെ? വയസ്സുകാലത്ത് ഒരു സമാധാനമില്ല. കപ്പിൽ ചായ പകർത്തി പഴംപൊരിയും എടുത്ത് ഹാളിലേക്ക് വരുമ്പോൾ ഹരി ചെയറിന് മേലെ കയറി നിൽപ്പുണ്ട്. അയ്യോ ചെക്ക, നീ എന്ത് ചെയ്യുവാ? ഒന്ന് പോ അമ്മ. അച്ഛൻ്റെ ഫോട്ടോയിലെ മാല നിലത്ത് വീണ് കിടന്നു. എങ്ങനെയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കള്ളം പറയാതെടാ, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ മാല നല്ല പോലെ ആയിരുന്നു. നിമിഷ നേരം കൊണ്ട് വീഴാൻ നിന്റെ അച്ഛന് മന്ത്രവാദം അറിയോ? പറയാൻ പറ്റില്ല ദേവിക്കുട്ടി. ഹരി TV ഓൺ ചെയ്തു. ചായ ആസ്വദിച്ചു കുടിക്കുന്നുണ്ട്. നിഷമോളെ ഇഷ്ടമാണോന്ന് ചോദിച്ചാലോ? ഹരി ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ കണ്ണിൽ എന്താണ് മിന്നി മറയുന്നതെന്ന് അറിയാൻ കഴിയാത്ത അമ്മ മനസ്സ്. ഹലോ, പറയ് നിഷമോളെ. ഹരി പുറത്തേക്ക് നടക്കുമ്പോൾ ദേവിയമ്മ ചുവരിൽ ചാരി. മകനാണ്, പക്ഷേ ചില നേരങ്ങളിൽ അവനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. വാത്സല്യമാണോ അതോ പ്രണയമോ? ചോദിക്കണ്ട, പറയും വരെ കാത്തിരിക്കാം.